ഇതൊരു റിസോർട്ടാണ്, തീം പാർക്ക് പോലാണ്. നമുക്ക് ഫാമിലീസിനെല്ലാം പോയി അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി ഈ പാർക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലീസിനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പം എല്ലാവരും പിള്ളേർക്ക് അവധിയുള്ളപ്പോൾ ഇവിടെയൊക്കെ പോകുന്നത് നല്ല അടിപൊളിയായിരിക്കും. പിള്ളേർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പാർക്കിങ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ 27 പൗണ്ടാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ആ ചെല്ലുന്ന ദിവസം എടുക്കാം. ആ ചെല്ലുന്ന ദിവസത്തെ ആണെങ്കിൽ 31 പൗണ്ടാണ്. കുട്ടികൾക്കാണെങ്കിലും അഡൽറ്റിനാണെങ്കിലും. പിന്നെ പിള്ളേരുടെ ഹൈറ്റ് അനുസരിച്ചാണ് കേട്ടോ ഇവിടെ ഓരോ പ്ലേയിലും നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പം 90 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. പിന്നെ വേറെ കുറച്ച് ഓപ്ഷനുണ്ട്, അത് നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോ സീസൺ അനുസരിച്ച് ടൈം അനുസരിച്ചൊക്കെ ചിലപ്പോൾ ടിക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം കാണും കേട്ടോ. പിന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉള്ള ഒരു ഏരിയയും കൂടെ ആണ് കേട്ടോ ഈ പാർക്ക്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മാപ്പുണ്ട്. മാപ്പിൽ നോക്കിയിട്ട് നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാം. ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ള ഒരു ഗെയിമാണ്. അപ്പം പിള്ളേർക്ക്, ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാം, വലിയവർക്കും കയറാം. പിന്നെ ഒരു 1 ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ, ഇച്ചിരി ലെങ്തിയാണ്, എല്ലാവരും കാണുക. ഇത് അതിൻ്റെ അകത്തുള്ള ഒരു ഡാർക്ക് ഹൊറർ പ്ലേസ് ആണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് വലിയവർക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു ഇതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിൽ ഈ ആദ്യം എടുക്കുന്ന ഒരു ടിക്കറ്റ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് അവിടുത്തെ റൈഡ്സ് എല്ലാം ഫ്രീ ആണ്, വേറെ പേയ്മെൻ്റ് ഒന്നും അതിൻ്റെ അകത്തും ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട്, പിള്ളേർക്കാണേലും വലിയവർക്കാണേലും എല്ലാവർക്കും കയറാം. റൈഡ്സിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എല്ലായിടത്തും അവർ കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് ചില ഇതിൽ കയറ്റുകയുള്ളൂ. അപ്പം അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള എല്ലാ സാധനത്തിലും നമുക്ക് കയറാവുന്നതാണ്. ഈ കിടക്കുന്ന ആളെ പരിചയമുണ്ടോ? നമ്മൾ പണ്ട് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറഞ്ഞ ഒരു അധ്യായം നമുക്ക് പഠിക്കാനില്ലായിരുന്നോ? ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എത്ര പേർക്ക് ഇത് കണ്ടപ്പോൾ ആ ഒരു ഓർമ്മ വന്നു? പിന്നെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ റൈഡുണ്ട് കേട്ടോ. റൈഡ്സിൽ ചിലതിലൊക്കെ നമ്മൾ പേരൻസും പിള്ളേരുടെ കൂടെ കയറേണ്ടതുണ്ട്. ചില ഏജിലുള്ളവരെ തന്നെ അവർ വിടുമല്ല, അപ്പം നമ്മൾ പേരൻസും അവരുടെ ഒപ്പം റൈഡിൽ കയറേണ്ടതായിട്ടുണ്ട്.
കണ്ട അവിടെ ഒരു മാജിക് സെക്ഷൻ പിള്ളേർക്ക് കുട്ടികൾക്കായിട്ടുള്ള കേട്ടോ. അപ്പം ചെറിയ രീതിയിൽ അവർ ഓരോ ട്രിക്സൊക്കെ പഠിപ്പിച്ച് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ പപ്പറ്റ്സ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് അവിടെയുള്ള ഒരു ഹൗസുണ്ട്, അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ഹൗസുണ്ട്. അതിലവിടെ കയറാൻ പോയത്. അതിലെല്ലാ തിങ്സും ഒരു ഹൗസിലുള്ള എല്ലാ തിങ്സും അപ്സൈഡിലായിരിക്കും. നമ്മൾ ഡൗൺ, അതായത് വീടിൻ്റെ റൂഫിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. വീടിൻ്റെ തിങ്സ് എല്ലാം നമ്മുടെ തലയുടെ മുകളിലായിട്ടിരിക്കും. അപ്പോൾ ഫോട്ടോസ് എടുക്കാനും പിന്നെ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ബാലൻസിങ്ങിന് നല്ലൊരു പ്രശ്നമാണ്. നമുക്ക് അതിനകത്ത് കയറുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്, തല കറക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യും. ബാലൻസിങ് എന്തൊക്കെയോ ഒരു മിസ്സിങ്, എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ തോന്നും. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് പിന്നെ വെള്ളത്തിൽ കൂടെ ഉള്ള ഒരു റൈഡാണ് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലർ നനയുകയില്ല, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ. ഇത് പിന്നെ അവിടെയുള്ള വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന US ആർമിയുടെ കുറേ വണ്ടികളും അവരന്ന് ഉപയോഗിച്ച ആർമീസിൻ്റെ കുറേ വിമാനത്തിൻ്റെ എൻജിനുകളും കുറേ ഫോട്ടോസും അവരുടെ കുറേ അന്നുണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ പിക്ചേഴ്സും ഫാമിലി പിക്ചേഴ്സും ഒക്കെ ഉള്ള ഒരു US ആർമിയുടെ കുറേ ഒരു ഏരിയ ആണത്. അന്നത്തെ ഫൈറ്റേഴ്സിൻ്റെ പിക്ചേഴ്സും അവരുടെ ഫാമിലി പിക്ചേഴ്സും ഹോസ്പിറ്റൽ സെറ്റപ്പും അവർ ജീവിച്ച ഒരു രീതികളൊക്കെ അതിൻ്റെ അകത്ത് ഒരു പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ.
വളരെ ഒരു സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കുറേ എയ്റോപ്ലെയിൻസിൻ്റെ അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയ്റോപ്ലെയിൻസിൻ്റെ മോഡൽസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ്, ടൈപ്പ് റൈറ്റർ, അങ്ങനത്തെ പണ്ടത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്ത പല സാധനങ്ങളും, പഴയ കാലത്തെ പല സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ അന്നത്തെ ആർമിയുടെ യൂണിഫോം, ഹോസ്പിറ്റൽ യൂണിഫോം, ഹോസ്പിറ്റലിലെ ആ ഒരു സെറ്റപ്പ് എല്ലാം അവരവിടെ കാണിച്ചിട്ടുണ്ട്. പിക്ചേഴ്സും അതുപോലെ മോഡൽസും ഒക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്നാലുള്ള നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ ബോട്ട് റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പം അഡൾട്ട്സിൻ്റെ കൂടെ കുട്ടികളെ വിടുകയുള്ളൂ. വലിയ പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ കുട്ടികളെ പാരൻസിൻ്റെ കൂടെ വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു പോണ്ടിൽ നമുക്ക് റൈഡ് ചെയ്യാം കുറേ നേരം. Sorry ass DJ. പിന്നെ കുറച്ച് റൈഡുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കിന്ന് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത് വെള്ളത്തിൽ കൂടെ പോകുന്നതായിരുന്നു. അപ്പം ഫോണ് നമുക്കത് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് കാരണം അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പാർക്കുകളിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് അത് ഓപ്പണിങ് ടൈമിൽ തന്നെ നമ്മളകത്ത് കയറിയാലേ എല്ലാ സ്ഥലത്തും നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇഷ്ടം പോലെ ഏക്കറിലായിരിക്കും സംഭവം കിടക്കുന്നത്. അപ്പോൾ നമുക്കത് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ എല്ലാവരും കറക്റ്റ് അത് ഓപ്പണിങ് ടൈമിൽ തന്നെ അവിടെ കയറുകയാണെങ്കിൽ നമുക്ക് എല്ലാം എൻജോയ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.